മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ലിമിറ്റഡ് കാസർഗോഡ് ഡയറി പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡയറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൽ കരീം പരപ്പ ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ മിൽമ കാസർഗോഡ് ഡയറിയിൽ പരിസ്ഥിതി ദിനാചരണം വിപുലമായ പരിപാടികളോടെ നടത്തി. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൽ കരീം മുഖ്യാതിഥിയായ പരിപാടിയിൽ മംഗൾപാടി CDSലെ പ്രവർത്തകരും കാഞ്ഞങ്ങാട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച വിപുലമായ ക്ലാസ് എടുത്ത അബ്ദുൽ കരീം വരും തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തി. പരിപാടിയിൽ അജാനൂർ കൃഷിഭവനിൽ നിന്നും നൽകിയ 100 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഡയറി കോമ്പൗണ്ടിൽ അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. എനിക്ക് കെട്ടി വളർത്തുന്ന 2 പശുക്കൾ ഉണ്ടായിരുന്നു. സമയത്ത് ഞാൻ യാത്രയിലാണ്. 72 മുതൽ 82 വരെ പ്ലെയിൻ നടന്നില്ല. ദുബായ്, ബോംബെ, ചെന്നൈ, തിരുവനന്തപുരം, സ്റ്റാറ്റ്യൂട്ട്, നീലേശ്വരം എൻ്റെ നാട്ടിൽ. ഇങ്ങനെ 6 സ്ഥലത്ത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എടുക്കണം. ഓഫീസുണ്ട്. അന്ന് പോകണമെന്നില്ലാത്ത സമയത്ത് യാത്ര ചെയ്തിട്ട് തന്നെ വേണം. വിമാന കമ്പനിൻ്റെ തന്നെ എല്ലാം ഫ്രീയാണ് വിമാനത്തിൽ. അന്ന് എനിക്ക് കെട്ടി വളർത്തുന്ന 2 പശുക്കളുണ്ടായിരുന്നു. അതിന് 2 പെണ്ണുങ്ങളുണ്ടായിരുന്നു ജോലിക്കാരായിട്ട്. ഒരു പശു, ഒരു 2 വയസ്സായ ഒരു പശുക്കുട്ടി മരിച്ചു. അപ്പം എനിക്ക് ആദിവാസികളുണ്ട്, അവർക്ക് ഞാൻ 79 വീട് കെട്ടി കൊടുത്തിട്ടുണ്ട്. കുറേ കോളനിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം അവരോട് കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞു. അവർ കുഴിച്ചിടാതെ കണ്ട് അറുത്തിട്ട് അതിൻ്റെ വയറിൽ ഒരു ഉണ്ടയും കൊണ്ടുവന്നു. ആ സമയത്താണ് കറിയുപ്പ്, സോൾട്ട്, പ്ലാസ്റ്റിക് ബാഗിൽ ആദ്യമായിട്ട് വന്ന്. ആ സമയത്താണ് എനിക്കൊരു തോട്ടമുണ്ട്. വേറെ ഈ കാട് കൂടാതെ കണ്ട് നല്ലൊരു തോട്ടമുണ്ട്. 2000 മനോരമയുടെ കർഷകശ്രീ അവാർഡ് തിരഞ്ഞെടുത്ത അവാർഡ്. അത് നോക്കുമ്പോൾ ആ കറിയുപ്പ് തെങ്ങിനിട്ടിട്ട് ആ പ്ലാസ്റ്റിക് ഇത് ഇതാണ് കാരണം. ചടങ്ങിൽ ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡയറിയിലെ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ വിനോജ് EK സ്വാഗതം പറഞ്ഞു. ഡയറി INTUC സെക്രട്ടറി തമ്പാൻ K, CITU സെക്രട്ടറി രാഘവൻ C എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്പെഷ്യൽ ട്രേഡ് ടെക്നീഷ്യൻ ടോമി ഫിലിപ്പ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.